നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അമേരിക്ക ചെയ്തു കൂട്ടിയതൊക്കെ തന്നെ ഏറ്റവും വലിയ മണ്ടത്തരമായിരുന്നുവെന്ന് ഇനിയുള്ള കാലത്ത് പശ്ചാത്തപിക്കേണ്ടി വരും. അത്യധികം ഗുരുതരമായ പിഴവുകൾ തന്നെയാണ് ചെയ്തു കൂട്ടുന്നത്. കടുത്ത താക്കീതാണ് ഈ ഘട്ടത്തിൽ ഇറാൻ നൽകുന്നത്. ഏറ്റവും വലിയ വേദനയുണ്ടാക്കിയ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ കൊലപാതകം ഉൾപ്പെടെ ഏറ്റവും ഒടുവിൽ ഐറിസ് ദേന എന്ന യുദ്ധക്കപ്പലിനെ ടോർപിഡോ മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ആക്രമിച്ചതിനുള്ള പ്രതികാരമടക്കം ക്യൂവിൽ നിൽക്കുകയാണ്. ഉറപ്പായും അതിനുള്ള തിരിച്ചടി കിട്ടുമെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചതിന് തൊട്ടുപിറകെ ഗൾഫ് മേഖലയിൽ അമേരിക്കൻ കപ്പലിന് തീപിടിച്ചു എന്നുള്ള വിവരം പങ്കുവച്ചിരിക്കുകയാണ് IRGC. ഈ സാഹചര്യത്തിൽ അമേരിക്കൻ എണ്ണക്കപ്പൽ ആക്രമിച്ചതിന് പിറകെ തന്നെ മറ്റൊരു കാര്യം കൂടി ചെയ്തിരിക്കുന്നു. അമേരിക്കയുടെ തന്ത്രപ്രധാനമായ കണ്ണ് തന്നെ ചൂഴ്ന്നെടുത്തിരിക്കുകയാണ് ഇറാനിയൻ കില്ലർ ഡ്രോണുകൾ. അമേരിക്കയുടെ റഡാർ സംവിധാനവും വ്യോമ പ്രതിരോധ സംവിധാനവും ഏറെ പേരുകേട്ടതാണെങ്കിലും അതിനെ തിരിച്ചറിയുന്ന റഡാർ സംവിധാനത്തിന്റെ നെറുകന്തലയ്ക്ക് തന്നെയാണ് ഇറാൻ കൊട്ടിയത്. എങ്ങനെയാണോ ഇറാനെ ആക്രമിച്ചത്, തിരിച്ചടിയും അതേ രീതിയിൽ തന്നെ ആയിരിക്കും. ഇതിനുശേഷം ഗൊറില്ല യുദ്ധമുഖമടക്കം അമേരിക്ക നേരിട്ട് കാണേണ്ടി വരും. ശ്രീലങ്കൻ തീരത്തിന് സമീപത്ത് ഇറാന്റെ യുദ്ധക്കപ്പലായിട്ടുള്ള ഐറിസ് ദേന US അന്തർവാഹിനി ആക്രമണത്തിൽ തകർന്നതിനെ തുടർന്ന് മേഖലയിലൊക്കെ, പ്രത്യേകിച്ചും ഇന്ത്യൻ സമുദ്ര മേഖലയിലൊക്കെ തന്നെ വൻ യുദ്ധഭീതി നിലനിൽക്കുന്നുണ്ട്. ഇറാൻ തിരിച്ചടി തുടങ്ങിയതിന് പിന്നാലെ വീണ്ടും ഇറാനിയൻ കപ്പലുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അമേരിക്കൻ മിസൈലുകൾ പാഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്ത. ഇറാന്റെ മറ്റൊരു യുദ്ധക്കപ്പൽ കൂടി ശ്രീലങ്കൻ സമുദ്ര മേഖലയിൽ പ്രവേശിച്ചിട്ടുണ്ട്. അടിയന്തരമായി തീരത്തടുക്കാനുള്ള അനുമതി തേടിയിരിക്കുകയാണ് ഈ കപ്പൽ. എന്നാൽ ശ്രീലങ്കയാകട്ടെ ഇതിനുള്ള അനുമതി ഇതിനോടകം തന്നെ നൽകിയിട്ടില്ല എന്നുള്ള വെളിപ്പെടുത്തലാണ് പുറത്തുവിടുന്നത്. ശ്രീലങ്കയുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ തൊട്ടടുത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന ഈ കപ്പലിന് തീരത്തടുക്കാനായി അനുവാദമില്ല. രണ്ടാമത്തെ ഇറാനിയൻ കപ്പലിനെ അമേരിക്ക ലക്ഷ്യമിട്ടു എന്ന വാർത്തകൾ പ്രചരിക്കുന്നതിനിടയിലാണ് നങ്കൂരമിടാനായിട്ടുള്ള അനുമതി ചോദിച്ചിരിക്കുന്നത്. ഈ കപ്പൽ ശ്രീലങ്കൻ സമുദ്രമേഖലയിലുണ്ടെന്ന് ശ്രീലങ്കൻ മാധ്യമ മന്ത്രി നലിന്ദ ജയസതിയും സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഈ കപ്പൽ ഉടനടി തന്നെ ആക്രമിക്കപ്പെടുമെന്ന ഭീതി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് തീരത്തടുപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. ഇതിനിടയിൽ തന്നെയാണ് അമേരിക്കയെ തറപറ്റിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അമേരിക്കയെ ഒന്ന് വിയർപ്പിക്കുന്ന രീതിയിൽ സംഘർഷം കടുക്കുന്ന സാഹചര്യത്തിൽ പേർഷ്യൻ ഗൾഫിന്റെ വടക്കൻ മേഖലയിൽ ഉണ്ടായിരുന്ന അമേരിക്കയുടെ എണ്ണക്കപ്പലിനെ തങ്ങൾ ആക്രമിച്ചുവെന്ന് ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വ്യക്തമാക്കുന്നു. ആക്രമണത്തെ തുടർന്ന് കപ്പൽ തീപിടിച്ച നിലയിലാണെന്നാണ് ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ അവകാശപ്പെടുന്നത്. വ്യാഴാഴ്ച നടത്തിയ ആക്രമണത്തിൽ കപ്പലിൽ എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടായെന്നോ ആളപായമുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങളോ ഒന്നും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. എന്നിരുന്നാൽ പോലും അമേരിക്കൻ കപ്പലിനെ തൊട്ടു എന്ന് പറയുമ്പോൾ അത് അമേരിക്കയെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇറാനിയൻ യുദ്ധക്കപ്പൽ ആക്രമിക്കപ്പെട്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രത്യാക്രമണം ഇറാൻ കടുപ്പിച്ചു. സമാനമായിരുന്നു ഖമനേയിയുടെ വകവരുത്തലിന് തൊട്ടു പിന്നാലെ നടത്തിയ തിരിച്ചടിയും. ഇറാന്റെ സായുധ സേനയായിട്ടുള്ള IRGC തന്നെയാണ് അമേരിക്കൻ എണ്ണക്കപ്പലിനെ ലക്ഷ്യമിട്ടത്. വടക്കൻ പേർഷ്യൻ ഗൾഫിൽ വ്യാഴാഴ്ച രാവിലെയാണ് തങ്ങളുടെ വ്യോമസേന അമേരിക്കൻ കപ്പലിനെ ആക്രമിച്ചതെന്നും IRGC പറയുന്നു. ശ്രീലങ്കയുടെ തെക്കൻ തീരത്തിന് സമീപത്ത് അമേരിക്കൻ അന്തർവാഹിനി ഇറാന്റെ യുദ്ധക്കപ്പലിനെ ടോർപിഡോ ഉപയോഗിച്ച് തകർത്തതിന് പിന്നാലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള വിഷയമെന്ന് പറയുന്നത്, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ് അമേരിക്ക ഒരു ശത്രു രാജ്യത്തിന്റെ കപ്പലിനെ ടോർപിഡോ ഉപയോഗിച്ചുകൊണ്ട് മുക്കുന്നത്. ഇതിന് പിറകെ ഈ കനത്ത തിരിച്ചടിക്ക് ശേഷം അമേരിക്കയിൽ ഇനി ഉണ്ടാകുന്നത് കൈപ്പേറിയ അനുഭവങ്ങളായിരിക്കും. അമേരിക്ക സ്വീകരിക്കാൻ പോയ ഈ നടപടിയിൽ ഏറെ ദുഃഖിക്കേണ്ടി വരുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി മുന്നറിയിപ്പും കൊടുത്തിരുന്നു. ഇറാൻ തീരത്തു നിന്നും 2000 മൈൽ അകലെ കടലിൽ വെച്ച് അമേരിക്ക ഒരു അതിക്രമം നടത്തി. ഇന്ത്യൻ നാവികസേനയുടെ അതിഥിയായി 130ഓളം നാവികരെയും വഹിച്ചുവന്ന ഐറിസ് ദേന യാതൊരു മുന്നറിയിപ്പുമില്ലാതെ അന്താരാഷ്ട്ര സമുദ്ര മേഖലയിൽ വെച്ച് ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ വാക്കുകൾ കൃത്യമായി ഓർത്തു വെച്ചുകൊള്ളൂ. അമേരിക്ക നടപ്പിലാക്കിയ ഈ കീഴ്വഴക്കത്തിന് അത്യധികം പശ്ചാത്തപിക്കേണ്ടി വരുമെന്നാണ് അബ്ബാസ് അരാഗ്ചി സമൂഹ മാധ്യമ പോസ്റ്റിൽ പങ്കുവച്ചത്. ഫെബ്രുവരി 18 മുതൽ 25 വരെ വിശാഖപട്ടണത്ത് നടന്ന മിലാൻ അന്താരാഷ്ട്ര നാവിക അഭ്യാസത്തിൽ പങ്കെടുക്കുകയായിരുന്നു ഈ യുദ്ധക്കപ്പൽ. അതിനുശേഷമായിരുന്നു മടക്കം. ഇന്ത്യൻ നാവികസേനയുടെ അതിഥിയായി എത്തിയ കപ്പലിനെ മുന്നറിയിപ്പില്ലാതെ ആക്രമിച്ചു എന്ന കാര്യം ഉയർന്നു കേട്ടപ്പോൾ എന്തുകൊണ്ട് ഇന്ത്യ സുരക്ഷിത കവചം ഒരുക്കിയില്ല എന്ന ചോദ്യവും ഉയർന്നിരുന്നു. അതിനുള്ള മറുപടിയും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നൽകി.
25-ാം തീയതി ഇന്ത്യയിൽ നിന്നും മടങ്ങിയ കപ്പൽ തൊട്ടടുത്ത ദിവസം മുതൽ ഇന്ത്യൻ സമുദ്ര മേഖലയ്ക്ക് അപ്പുറത്തായിരുന്നു. അന്താരാഷ്ട്ര സമുദ്ര മേഖലയിൽ പ്രവേശിച്ച കപ്പൽ ഒരു തരത്തിലുള്ള സഹായങ്ങളും നാളിതുവരെ ഇന്ത്യയോട് അഭ്യർത്ഥിച്ചിട്ടില്ല എന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അതിശക്തമായ ആക്രമണം തന്നെയാണ് ഇറാനിൽ അമേരിക്ക നടത്തിപ്പോരുന്നത്. ഇതിനോടകം തന്നെ ഇറാനിൽ 1200-ലധികം പേർ കൊല്ലപ്പെട്ടുവെന്നും പ്രത്യാക്രമണത്തിൽ 6ഓളം അമേരിക്കൻ സൈനികർക്ക് ജീവൻ നഷ്ടമായി എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. ഇസ്രയേലിലും 10-ലധികം ആളുകൾ മരണപ്പെട്ടു കഴിഞ്ഞു. ഡ്രോണുകൾ വിക്ഷേപിക്കാൻ പാകത്തിൽ രൂപമാറ്റം വരുത്തി ഇറാനിയൻ കണ്ടെയ്നർ കപ്പലുകൾക്ക് നേരെയും അമേരിക്കയുടെ ആക്രമണം കടുപ്പിക്കുന്നുണ്ട്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം ആഗോള തലത്തിൽ തന്നെ വലിയ ആശങ്ക ഉണ്ടാക്കുന്ന സാഹചര്യമാണുള്ളത്. ഈ ഘട്ടത്തിൽ തന്നെയാണ് അമേരിക്കയുടെ പ്രധാനപ്പെട്ട കണ്ണ് ചൂഴ്ന്നെടുക്കാനായി ഇറാൻ മറ്റൊരാക്രമണം കൂടി ഖത്തറിൽ നടത്തിയിരിക്കുന്നത്. ഖത്തറിലെ അൽ ഖോറിൽ അമേരിക്കൻ സ്പേസ് ഫോഴ്സിന്റെ അത്യാധുനിക ബ്ലോക്ക് 5 ബാലിസ്റ്റിക് മിസൈൽ ഏർലി വാർണിംഗ് റഡാർ സംവിധാനത്തെയാണ് ഇറാൻ തകർത്തിരിക്കുന്നത്. അതും ഏറ്റവും വില കുറഞ്ഞുള്ള ഡ്രോൺ ആക്രമണത്തിലൂടെയാണ് ഇറാൻ ഈ നേട്ടം നേടിയിരിക്കുന്നത് എന്നാണ് IRGC അവകാശപ്പെടുന്നത്. ആക്രമണത്തിന് ശേഷം തിരികെ വരാത്ത വൺ സൈഡഡ് ഡ്രോൺ ആയിരുന്നു ഈ റഡാർ സംവിധാനത്തെ ആക്രമിക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഏകദേശം $110 കോടി വിലയുള്ള, അതായത് ഇന്ത്യൻ രൂപയിൽ പറഞ്ഞാൽ 10,000 കോടിയോളം രൂപ വിലമതിക്കുന്ന അമേരിക്കയുടെ റഡാറാണ് ചെറിയൊരു തുച്ഛമായ വിലയുള്ള ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തി ഇല്ലാതാക്കിയത്. ഏറെ കൃത്യതയോടെയുള്ള മിസൈൽ ആക്രമണത്തിലൂടെയാണ് റഡാർ തകർത്തതായി IRGC പറയുന്നത്. ആക്രമണം നടന്ന സ്ഥലത്ത് തകർന്നു വീണ ഡ്രോണിന്റെ അവശിഷ്ടങ്ങളും തീപിടുത്തമുണ്ടായതിന്റെ അടയാളങ്ങളുമൊക്കെ ഉപഗ്രഹ ചിത്രങ്ങളിലൂടെ ഇതിനോടകം തന്നെ പുറത്തു വരുന്നുണ്ട്. അമേരിക്കയെ സംബന്ധിച്ച്, അമേരിക്കൻ വ്യോമപ്രതിരോധ സംവിധാനങ്ങളുടെ കരുത്തിനെ സംബന്ധിച്ച് ഏറെ ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു വിഷയവും ഇറാനെ സംബന്ധിച്ച് അതിൽ കനത്ത പ്രഹരമേൽപ്പിക്കാൻ കഴിഞ്ഞ ഒരു വിജയവുമാണ് ഇപ്പോഴുള്ളത്. ഷഹീദ് ഡ്രോണുകളോ മിസൈലുകളോ മറ്റുപയോഗിച്ചായിരിക്കണം പ്രതിരോധ നിരയെ ഭേദിച്ച് ആക്രമണം നടത്തിയതെന്നാണ് കണക്കുകൂട്ടുന്നത്. ഏറ്റവും ചിലവ് കുറഞ്ഞ ഇത്തരം 100 കണക്കിന് ഡ്രോണുകൾ, 1000-കണക്കിന് ഡ്രോണുകൾ ഇറാന്റെ പക്കലുണ്ട്. ലക്ഷ്യസ്ഥാനത്ത് പതിച്ച് സ്വയം നശിക്കുന്ന വിധത്തിലാണ് ഇതിനെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. കേവലം $30,000 മുതൽ $50,000 വരെയാണ് ഇതിന് ചിലവ് പ്രതീക്ഷിക്കുന്നത്. അതായത് ഏകദേശം ഒരു 25 ലക്ഷത്തിനും 45 ലക്ഷത്തിനും ഇടയിൽ മാത്രം. ഇത്തരത്തിലുള്ള 1000-കണക്കിന് ഡ്രോണുകൾ ഇതിനോടകം തന്നെ ഒരു കമനീയമായ ശേഖരത്തിനുള്ളിൽ നിർമ്മിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് കരുതുന്നത്. 100 കണക്കിന് ഡ്രോണുകൾ ഒരേ സമയം പായിക്കുമ്പോൾ അവയെ പൂർണ്ണമായും വെടിവെച്ചിടാൻ എത്ര കരുത്തുറ്റ ഡിഫൻസ് മെക്കാനിസം സംവിധാനമുണ്ടെങ്കിൽ പോലും അമേരിക്കയ്ക്ക് കഴിയാതെ വരും. ഒരൊറ്റ ഡ്രോൺ മതി ഈ റഡാർ സംവിധാനങ്ങളെ ഒക്കെ തന്നെ മുച്ചൂടും മുടിക്കാനെന്നുള്ള ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി ഇത് മാറുന്നു. ഇതിനെ പ്രതിരോധിക്കാൻ അമേരിക്കയ്ക്ക് കോടിക്കണക്കിന് രൂപ ചെലവഴിക്കേണ്ടി വരുന്നു. മേഖലയിലെ മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ ഒരു നട്ടെല്ലെന്ന രീതിയിലാണ് സൈനിക വിദഗ്ധർ ഈ റഡാറിനെ ഇതിനോടകം തന്നെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമേരിക്കയുടെ നട്ടെല്ല് തന്നെ തകർത്തിരിക്കുന്നു ഇറാൻ എന്ന് വേണം പറയേണ്ടത്. അയൽ രാജ്യങ്ങളുടെ ഉൾപ്രദേശങ്ങളിൽ നിന്നും തൊടുത്തുവിടുന്ന ബാലിസ്റ്റിക് മിസൈലുകളെ പോലും വിക്ഷേപണ സമയത്ത് തിരിച്ചറിയാൻ കഴിയുന്ന 5000 കിലോമീറ്റർ പരിധിയാണ് ഈ റഡാർ സംവിധാനത്തിനുള്ളത്. ലോകത്ത് ഇത്തരത്തിലുള്ള 6 റഡാറുകൾ മാത്രമേ നിലവിലുള്ളൂ. ഇനിയാകട്ടെ 5. 3 വശങ്ങളിലായി ഘടിപ്പിച്ചിട്ടുള്ള ഇലക്ട്രോണിക്കലി സ്റ്റിയേർഡ് ഫേസ് അറേ ഫേസുകൾ വഴി 360 ഡിഗ്രിയിൽ നിരീക്ഷണം നടത്താൻ ഇതിന് കഴിയും. 4 ദിക്കിലും ഒരേ സമയം നിരീക്ഷിച്ച് കൃത്യമായി മിസൈലുകളെ കണ്ടെത്തി ഇന്റർസെപ്റ്റ് ചെയ്ത് ഭേദിക്കാൻ കഴിയുന്ന കരുത്തനായിരുന്നു ഇന്നില്ലാതായത്. ബലിസ്റ്റിക് മിസൈലുകളെയും ബഹിരാകാശ വസ്തുക്കളെയും നിരന്തരം നിരീക്ഷിക്കുന്ന ഈ സംവിധാനം മിസൈൽ വേധ സംവിധാനങ്ങളായിട്ടുള്ള താഡ്, പാട്രിയറ്റ് എന്നിവയ്ക്ക് ആവശ്യമായ വിവരങ്ങൾ നൽകുന്നതിൽ ഏറെ നിർണായകമായിരുന്നു. റഡാർ ഇപ്പോൾ പ്രവർത്തനരഹിതമായതോടെ പേർഷ്യൻ ഗൾഫ് മേഖലയിൽ ഉടനീളമുള്ള മിസൈൽ പ്രതിരോധത്തിനുള്ള പ്രതികരണ സമയം ഇനി ഗണ്യമായി കൂടും. പ്രത്യേകിച്ചും ഖത്തറിനെ സംബന്ധിച്ച് ഏറെ ആശങ്ക ഉടലെടുക്കുന്ന ഒരു വസ്തുത കൂടിയാണ്. ഇനി ഇന്ത്യയെ സംബന്ധിച്ചും ആശങ്ക വർദ്ധിക്കുന്നത് ഹോർമുസ് കടലിടുക്കാണ്. സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ ഹോർമുസ് കടലിടുക്കിൽ കുടുങ്ങിയത് 37ഓളം ഇന്ത്യൻ കപ്പലുകളാണ്. 1100-ലധികം നാവികർ അതിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് കരുതുന്നത്. അവരിപ്പോൾ പേർഷ്യൻ ഗൾഫും ഗൾഫ് ഓഫ് ഒമാനും ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലാണ് നങ്കൂരമിട്ടിരിക്കുന്നത്. കപ്പലുകളിൽ ചിലതാകട്ടെ ചരക്ക് നിറയ്ക്കാനായി കാത്തുകിടക്കുമ്പോൾ മറ്റു ചിലത് ചരക്ക് നിറച്ച് തിരിച്ചു വരാൻ കഴിയാതെ പെട്ടുകിടക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ സമുദ്ര ഗതാഗത ഇന്ത്യൻ നാഷണൽ ഷിപ്പിനേഴ്സ് അസോസിയേഷൻ സർക്കാരിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ടിരിക്കുന്നു. അടിയന്തരമായി തന്നെ ഇടപെടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. രാജ്യത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിന്റെ ഇരുവശങ്ങളിലും കുടുങ്ങിക്കിടക്കുന്നു. അവയിൽ ജോലി ചെയ്യുന്ന 1000-നടുത്ത് വരുന്ന ഇന്ത്യൻ നാവികരുടെ സുരക്ഷയാണ് ഉറപ്പാക്കേണ്ടത്. അത് അത്യാവശ്യമാണെന്നും സംഘടന ആവശ്യപ്പെടുന്നു. കേന്ദ്ര സർക്കാർ ഇതിൽ അടിയന്തരമായി തന്നെ ഇടപെടണമെന്നും ചാർട്ടർമാർ കപ്പലുകൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകണമെന്നും സംഘടന ആവശ്യപ്പെട്ട് കഴിഞ്ഞു.
ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം നിർത്തിവെച്ചതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് മാർച്ച് 2 തന്നെ പ്രഖ്യാപനം നടത്തിയിരുന്നു. ഇതുവഴി കടന്നു പോകുന്ന കപ്പലുകളെ ആക്രമിക്കുമെന്നും അവർ മുന്നറിയിപ്പും കൊടുത്തു. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും പതാകയുള്ള സൈനിക വാണിജ്യ കപ്പലുകളെ ഈ മേഖലയിലൂടെ കടന്നുപോകാൻ ഒരു തരത്തിലും അനുവദിക്കില്ല എന്നാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. അവരുടെ കപ്പലുകളെ നിരീക്ഷിക്കുന്നുണ്ട്, ഉറപ്പായും അതിനെ ആക്രമിക്കുമെന്നും IRGC പറയുന്നു. അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ച് യുദ്ധസമയത്ത് ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം നിയന്ത്രിക്കാൻ ഇറാന് പൂർണ്ണ അധികാരമുണ്ടെന്ന് നേരത്തെ തന്നെ പറഞ്ഞതായി IRGC പറയുന്നു. ഇന്ത്യയുടെ ചരക്കു ഗതാഗതത്തിൽ ഏറെ നിർണായകമായ ഒരു കടലിടുക്ക്. ആകെ ഇറക്കുമതികളിൽ 1/5 നടക്കുന്നതും ഈ കടൽപാതയെ ആശ്രയിച്ചുകൊണ്ടാണ്. ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ ഏകദേശം 46% ഹോർമുസ് കടലിടുക്കിലൂടെ പോകുന്നു. എണ്ണയ്ക്കപ്പുറം വ്യാവസായിക കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ചരക്ക് നീക്കവും ഇവിടെ തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ കനത്ത തോതിൽ ബാധിക്കും. സംഘർഷം രൂക്ഷമാവുകയോ കപ്പലുകൾ വഴിതിരിച്ചു വിടേണ്ട സാഹചര്യവും എന്നാൽ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള ചെലവുകൾ ഉയരാനുള്ള സാധ്യതയും ഏറെ. വ്യാപാര ചെലവുകൾ ഉയർത്താനും രാജ്യത്ത് സകല മേഖലകളിലും വിലക്കയറ്റം ഉണ്ടാക്കാനും ഇത് കാരണമാകും. സാഹചര്യം രൂക്ഷമായാൽ ഇന്ത്യ എന്ത് നടപടി സ്വീകരിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.